വേണ്ടത്ര വിദ്യാഭ്യാസമുണ്ടായിട്ടും ജോലിയില്ലാതെ 8 വർഷങ്ങൾ. നിർഭാഗ്യമെന്നോ തലയിലെഴുത്തെന്നോ പറയാം. അറ്റൻഡ് ചെയ്യാത്ത ഇൻ്റർവ്യൂകളില്ല. പക്ഷെ വിധി മാത്രം ഒന്ന് തന്നെ. പഠിപ്പിച്ച് വലുതാക്കി ഇപ്പം തളർന്നു കിടക്കുന്ന അമ്മയുടെ മരുന്നിൻ്റെ ചിലവ്, വീട്ടു ചിലവ്, കറണ്ട് ബില്ല്, ഇതൊന്നും പോരാഞ്ഞ് ബ്ലേഡുകാരൻ തോമാച്ചൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 20,000 രൂപ. എല്ലാം നടക്കണം. ഇതൊരവസാനപ്പെട്ട പരീക്ഷണമാണ്. ഇതുമില്ലെങ്കിൽ അറിയില്ല, ഇനി ഒന്നിനു കൂടി പോയി മനസ്സ് മടുക്കാൻ വയ്യ. $35,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ആദ്യം അമ്മയുടെ മരുന്ന് മുട്ടില്ലാതെ വാങ്ങിക്കാം. അമ്മയുടെ മരുന്ന് മാസം 4,000 രൂപ. പിന്നെ വട്ടിപ്പലിശക്കാരൻ തോമാച്ചൻ ചേട്ടൻ്റെ പൈസ. എടാ മോനെ, നിന്റെ അപ്പം മാണിക്കുഞ്ഞിനോട് ഒരിത്തിരി സ്നേഹം കൂടിപ്പോയത് കൊണ്ടാണ് എന്നോട് ഞാനൊരു ഇത്തിരി ദയ കാണിച്ചത്. അടുത്ത മാസം 31-ന് മുമ്പ് മുതലും പലിശയും കൂട്ടി എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ആരാണ് നീ വിവരം അറിയും. കാണാം. ആദ്യ ശമ്പളത്തിൽ തന്നെ തോമാച്ചൻ ചേട്ടൻ്റെ കടം. തോമാച്ചൻ 20,000 രൂപ. പിന്നെ വീട്ടു ചെലവെല്ലാം കൂടെ കൂടി എങ്ങനെ പോയാലും ഒരു 5,000 രൂപ. വേണ്ട, 4,000 രൂപ. അത് മതി. 4,000 രൂപ. പിന്നെ ഈ പറയുന്ന 35,000 രൂപയിൽ മാസം ഒരു 6,000, 5,000 രൂപ വീതം മിച്ചം പിടിച്ച അടവിനൊരു ബൈക്ക് എടുക്കാം. ബൈക്ക്, മൈ ഡ്രീം. ഉറങ്ങായിരുന്നോ? ഇവിടുന്ന് ഒരു കത്ത് അയച്ചിട്ടില്ലായിരുന്നു. ഇത് പക്ഷെ ഇങ്ങനെ ഒരു അഡ്രസ് ഇവിടെ ഇല്ലെന്നാ പറയുന്നത്. പോട്ടെ. ഇവിടെ ഒരു മരം നിപ്പില്ലായിരുന്നു മുമ്പ്. ഹലോ, ഇവിടെ ഒരു മരം നിപ്പില്ലായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഒരു മരം ഉണ്ടായിരുന്നു. അത് വിറ്റു. ആ,
പക്ഷേ ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷവും ആശ്വാസവും പകരുന്നത് നിശബ്ദതയായിരിക്കും. ആദ്യമൊക്കെ പേടിപ്പിക്കുന്ന നിശബ്ദതയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമായി. ഇടയ്ക്കെപ്പോഴൊക്കെയോ ഞാനും ഈ അവസ്ഥ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഈ സൈലൻസ്.